ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിൽ 2022-23 അധ്യയന വർഷത്തെ മലയാളം അടിസ്ഥാന പാഠാവലി വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് പ്രവർത്തനം 3 നോക്കാം, വായിക്കാം, എഴുതാം. താഴെ കൊടുത്തിരിക്കുന്ന കഥ വായിച്ചു നോക്കൂ, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ഓക്കെ, വല്ലാത്ത ക്ഷീണം, തളർന്നു കുഴഞ്ഞു പോകുന്നത് പോലെ തോന്നി വെയിലിന്. ഇത്തിരി വിശ്രമിക്കണം. വെയിൽ മരച്ചില്ലകൾക്കിടയിലേക്ക് നൂണ്ടുകടന്നു. നല്ല തണുപ്പ്, നല്ല സുഖം. ഇലകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തിക്കിടന്നപ്പോഴേക്കും വെയിലിൻ്റെ കണ്ണുകൾ അടഞ്ഞടഞ്ഞു വന്നു. വെയിലിൻ്റെ ചുരുണ്ടുകൂടിയുള്ള കിടപ്പ് കണ്ട് കാറ്റിന് പാവം തോന്നി. അത് വിശറിയെടുത്ത് പതുക്കെ വീശാൻ തുടങ്ങി. ഇലകൾക്കുള്ളിൽ നിന്നും നേരിയ കൂർക്കം വലി ഉയർന്നു. ഹായ്, വെയിലിൻ്റെ മണം. മരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയായിരുന്ന അണ്ണാൻ മണം പിടിച്ചു. ഹായ്, വെയിൽ മണം. ഇലക്കൂട് പണിയുന്ന തിരക്കിനിടയിലും ഉറുമ്പുകൾ മൂക്കുവിടർത്തി. മരക്കൊമ്പിലിരുന്ന് ചിറക് കോതി മിനുക്കുന്ന കിളികൾ തല ഉയർത്തി നോക്കി. പിന്നെ ആകെയൊരു ബഹളം. ഉറുമ്പും കിളികളും അണ്ണാനും വെയിലിൻ്റെ കിടപ്പ് കാണാൻ പാഞ്ഞു. പൂക്കൾ തേടി നടക്കുകയായിരുന്ന ഒരു പൂമ്പാറ്റയും ബഹളം കേട്ട് എത്തി നോക്കി. പിന്നെ കണ്ണുകൾ ഒന്നുകൂടി മിഴിച്ച് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടി. ഇതിനിടയിൽ വെയിൽ ഒന്ന് തിരിഞ്ഞു കിടന്നു. ഒരു മുഴുത്ത മാമ്പഴത്തിന് മുകളിലേക്ക് കാലു കയറ്റി വെച്ച് ഉറക്കം തുടർന്നു. ഇ.എൻ. ഷീജ. വേലിനു മുണ്ടേ നിറമുള്ള ചിറകുകൾ എന്ന കഥാഭാഗമാണ് നമുക്ക് അവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യം എന്താണ്? ചുരുണ്ടുകൂടിയുള്ള വെയിലിൻ്റെ കിടപ്പ് കണ്ട് കാറ്റ് എന്തു ചെയ്തു? എന്താണ് കൂട്ടുകാരെ ചെയ്തത്? അതെ, വിശറിയെടുത്ത് വീശാൻ തുടങ്ങി. ആൻസർ എന്താണ്? വിശറിയെടുത്ത് വീശാൻ തുടങ്ങി. ഇതുപോലൊരു ചോദ്യം കൂട്ടുകാർക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുപോലൊരു സ്റ്റോറി നൽകി അതിൽ നിന്ന് 4-5 ചോദ്യങ്ങൾ ഇതുപോലെ ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം കൂട്ടുകാർ എന്ത് ചെയ്യുക? നന്നായി സ്റ്റോറി വായിച്ചു നോക്കുക. അതിനുശേഷം ഓരോ ചോദ്യങ്ങൾക്കായി ഉത്തരം എഴുതുക. ഓക്കെ, then നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇലകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തിക്കിടന്നത് ആരാണ്? അതെ, വെയിലാണല്ലേ. ആൻസർ എന്താണ്? വെയിൽ. ദെൻ ഉറക്കത്തിനിടയിൽ വെയിൽ കാലു കയറ്റി വെച്ചത് എവിടെയാണ്? നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് വായിച്ചു. എവിടെയാണ്? അതെ, മാമ്പഴത്തിൻ്റെ മേലാണല്ലേ. മാമ്പഴത്തിന്മേൽ. ആൻസർ എന്താണ്? മാമ്പഴത്തിന്മേൽ. ഓക്കെ, ദെൻ നാലാമത്തെ ചോദ്യം എന്താണ്? ഈ കഥയിലൂടെ കാറ്റ്, വെയിൽ എന്നിവ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? അതെ, പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും അല്ലേ. ഈ കഥയിലൂടെ കാറ്റ്, വെയിൽ എന്നിവ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും. ദെൻ അഞ്ചാമത്തെ ചോദ്യം എന്താണ്? എന്തുപയോഗിച്ചാണ് ഉറുമ്പുകൾ കൂടുണ്ടാക്കുന്നത്? എന്തുപയോഗിച്ചാണ്? അതെ, ആൻസർ എന്താണ്? ഇലകൾ. ആൻസർ ഇലകൾ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2, വാഗ്മയ ചിത്രം തയ്യാറാക്കുക. അരയിൽ വീതിയുള്ള കരയോട് കൂടിയ കസവുമുണ്ട്. അതിനു മുകളിൽ മുറുക്കി കെട്ടിയ 2-ാം മുണ്ട്. നെറ്റിയിലെ വിയർപ്പിൽ നനഞ്ഞു കുതിർന്ന ചന്ദനക്കുറി. കഴുത്തിൽ തിളങ്ങുന്ന മാലയിൽ തടിച്ച ലോക്കറ്റ് ആടിക്കളിക്കുന്നു. നിവർന്നും കുനിഞ്ഞും നോട്ടം കൊണ്ടും ആംഗ്യം കൊണ്ടും കൂട്ടുകാരെ പ്രോത്സാഹിപ്പിച്ച് ഇരു കൈകളിലുമുള്ള കോലുകളാൽ ചെണ്ടപ്പുറത്ത് മേളപ്പെരുപ്പം തീർത്ത് അയാൾ കാണികളെ ആവേശം കൊള്ളിക്കുന്നു. ഒരു ചെണ്ടക്കാരൻ്റെ വാഗ്മയ ചിത്രമാണ് നിങ്ങൾ വായിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കായിക താരത്തിൻ്റെയോ കലാകാരൻ്റെയോ വാഗ്മയ ചിത്രം തയ്യാറാക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട കായിക താരമോ കലാകാരനോ ആരെങ്കിലും എന്തെങ്കിലും ഒരു വ്യക്തിയുടെ വാഗ്മയ ചിത്രം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് എഴുതാം. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ആരെക്കുറിച്ച് വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഓക്കെ, നമ്മളിവിടെ കൊടുക്കുന്നത് കുഞ്ഞുണ്ണി മാഷാണ്. നെറ്റിയിൽ ഭസ്മക്കുറി, കഴുത്തിൽ രുദ്രാക്ഷമാല, കയ്യിൽ കാലൻകുട, മുഖത്തെ കുട്ടിത്തം മാറാത്ത ചിരി, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് വിളിച്ചോതുന്ന കണ്ണുകൾ, വെണ്മയുടെ പ്രതീകമായ വെളുത്ത താടി, കറുത്ത കണ്ണട വെച്ച് എഴുതുന്നതോ കുട്ടികൾക്കുള്ള പ്രിയ കവിതകൾ. കറുത്ത കണ്ണട വെച്ച് എഴുതുന്നതോ കുട്ടികൾക്കുള്ള പ്രിയ കവിതകൾ. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിൽ കൂടുതൽ പോയിന്റ്സ് ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ഇതുപോലൊരു വാഗ്മയ ചിത്രം തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അവശേഷിച്ച വിരലുകളിൽ ജീവിതം ഒതുക്കി ഗ്രാമം മുന്നോട്ട് പോയി. നോവലിസ്റ്റ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ജോലിയൊന്നും ചെയ്യേണ്ട, മറ്റു പണികൾ ചെയ്ത് ജീവിച്ചു. വിരലുകളില്ലാതെയും ജോലി ചെയ്യാം. ആൻസർ എന്താണ്? യെസ്, മറ്റു പണികൾ ചെയ്ത് ജീവിച്ചു. അതായത് അവശേഷിച്ച വിരലുകളിൽ ജീവിതം ഒതുക്കി ഗ്രാമം മുന്നോട്ട് പോയി എന്നതുകൊണ്ട് നോവലിസ്റ്റ് ഉദ്ദേശിക്കുന്നത് മറ്റു പണികൾ ചെയ്ത് ജീവിച്ചു.
ഓക്കെ, ഇതിന് പ്രവർത്തനം 3 വിശകലന കുറിപ്പ് തയ്യാറാക്കുക. കൂട്ടിലടച്ച ഒരു പക്ഷിയുടെ സങ്കടം നോക്കൂ. വിട്ടയക്കുക കൂട്ടിൽ നിന്നെ തന്നെ ഞാൻ ഒട്ടു വാനിൽ പറന്നു നടക്കട്ടെ. ബാലാമണിയമ്മ. വിട്ടയക്കുക എന്ന കവിതാഭാഗത്തു നിന്നുള്ളൊരു ഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഇനി എന്താണ് കവിതാഭാഗം വിശകലനം ചെയ്ത് നമ്മളോട് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരെ, വിശകലന കുറിപ്പ് എഴുതാനല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. കൂടിൻ്റെ ബന്ധനത്തിൽ നിന്ന് കിടന്ന് വീർപ്പുമുട്ടുന്ന പക്ഷിയെയാണ് ബാലാമണിയമ്മ ഇവിടെ കവിതയിലൂടെ പറയുന്നത്. പക്ഷി ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. കൂടിൻ്റെ കമ്പി ഇഴകൾ പക്ഷിയുടെ സ്വാതന്ത്ര്യത്തെ വഴിമുടക്കുന്നു. പക്ഷിക്ക് ആവശ്യം അതിൻ്റെ കൂട്ടിൽ നിന്ന് വിട്ടയക്കുക എന്നതാണ്. കാരണം പക്ഷിക്ക് ഇഷ്ടം ആകാശത്ത് പറന്നു നടക്കാനാണ്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലൊരു വിശകലന കുറിപ്പ് തയ്യാറാക്കുക. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടേതായ ആശയങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഒലി എന്ന വാക്കിൻ്റെ സമാന പദം. ഒലി എന്ന വാക്കിൻ്റെ സമാന പദം എന്താണ്? അതെ, ശബ്ദമാണ് അല്ലേ നൽകിയിട്ടുള്ളത്. ഏതൊക്കെയാണ് നൽകിയിട്ടുള്ളത്? ചെളി, ശബ്ദം, മഴ. അതിൽ ഒലി എന്ന വാക്കിൻ്റെ സമാന പദം ശബ്ദം. ഓക്കെ, ദെൻ പ്രവർത്തനം 4 അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. സമാധാനമായി വിശ്രമിക്കൂ, ഇനിയെങ്കിലും തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ. ഹിരോഷിമ നഗരത്തിൽ യുദ്ധത്തിൽ മരിച്ചവരുടെ സ്മാരകത്തിൻ്റെ കവാടത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: യുദ്ധവും അക്രമവും ഒക്കെ മനുഷ്യ സമാധാനത്തിനും നന്മയ്ക്കും ഭീഷണിയാണ്. നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതൂ. അതായത് ഒരു അഭിപ്രായ കുറിപ്പ് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. യുദ്ധവും അക്രമവും ഒക്കെ മനുഷ്യ സമാധാനത്തിനും നന്മയ്ക്കും ഭീഷണിയാണ്. യുദ്ധവും അക്രമവും ഒക്കെ മനുഷ്യ സമാധാനത്തിനും നന്മയ്ക്കും ഭീഷണിയാണ്. ഈ ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും നൽകിയ പാഠം നഷ്ടങ്ങളുടേതാണ്. അക്രമങ്ങൾ നമ്മെ സ്വയം നാശത്തിലേക്ക് വിടുകയേ ഉള്ളൂ. ഒരു മേശയ്ക്ക് ചുറ്റും സംസാരിച്ച് തീർക്കേണ്ട അഭിപ്രായ വ്യത്യാസങ്ങളെ വലുതാക്കിയാണ് പല യുദ്ധങ്ങളുടെയും അടിത്തറ. ഹിരോഷിമയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീട് ഒരു അണുബോംബ് എങ്ങും വർഷിക്കാതിരുന്നത്. ഈ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള സന്ദേശമാണ് ഹിരോഷിമ നഗരത്തിൽ യുദ്ധത്തിൽ മരിച്ചവരുടെ സ്മാരകത്തിൻ്റെ കവാടത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലൊരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്താണ്? ബാലലീലയിലെ ലീല എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതെ, കളിയെയാണല്ലേ. ആൻസർ എന്താണ്? കളി. ഇതിന് പ്രവർത്തനം 5 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. കവിത വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ആകാശസീമകൾക്കപ്പുറത്തപ്പുറത്ത് ആരുമറിയാത്ത ലോകമുണ്ടാവുമോ? ആ പ്രപഞ്ചത്തിൽ മനുഷ്യരുണ്ടാവുമോ? ആ നീലവാനം നിലാവ് പെയ്തിടുമോ? ആ പ്രപഞ്ചത്തിലും മാമരച്ചാർത്തുകൾ ഓമനിച്ചെത്തുമോ മാരുതൻ? കൊച്ചുപൂവിൻ്റെ മുഖം തുടിപ്പിക്കുവാൻ കുങ്കുമച്ചെപ്പ് തുറക്കുമോ സന്ധ്യകൾ? രാത്രിയിൽ വാനിൻ്റെ എത്താത്ത കൊമ്പത്തു പൂത്തൊരുങ്ങിയിടുമോ നക്ഷത്രമുല്ലകൾ? സുപ്രഭാതം വിളിച്ചോതുന്ന പക്ഷിതൻ പാട്ടുകിലുങ്ങുമോ പാതയോരങ്ങളിൽ? അറിയാത്ത ലോകം എന്ന പി മധുസൂദനൻ്റെ കവിതാഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ. ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണൊക്കെ എഴുതേണ്ടതെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഓക്കെ, നമുക്ക് എഴുതാം. ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവി പി മധുസൂദനൻ പ്രപഞ്ചം എന്ന മഹാരഹസ്യത്തിലേക്കുള്ള ചിന്തയാണ് ഈ കവിതയിലൂടെ പറയുന്നത്. അക്ഷരങ്ങളുടെ പ്രയോഗം കൊണ്ടും ആശയം കൊണ്ടും ഏറെ മനോഹരമായൊരു കവിതയാണിത്. കവി പറയുകയാണ്: ആകാശത്ത് അതിർവരമ്പുകൾക്കപ്പുറം ആരും അറിയാത്ത ലോകമുണ്ടാവുമോ? അവിടെ മനുഷ്യരുണ്ടാവുമോ? അവിടെ ചന്ദ്രനുണ്ടാകുമോ? അവിടെ കാറ്റും സന്ധ്യയും ഉണ്ടാകുമോ? അവിടെ നക്ഷത്രങ്ങളും കിളികൾ തൻ പാട്ടുകളും ഉണ്ടാകുമോ? നല്ല ഈണത്തിലും താളത്തിലും ചൊല്ലാൻ കഴിയുന്നതോടൊപ്പം ചിന്തിപ്പിക്കാനും കഴിയുന്നതാണ് ഈ കവിത. ഉണ്ടാകുമോ എന്ന വാക്കിൻ്റെ ആവർത്തനം ഈ കവിതയ്ക്ക് ഭംഗി കൂട്ടുന്നു. ആദ്യത്തെ 4 വരികളിലും ആ തുടങ്ങുന്ന പദങ്ങൾ ഈ കവിതയ്ക്ക് മോടി കൂട്ടുന്നു. കവിത എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. പ്രവർത്തനം 6 കുറിപ്പ് തയ്യാറാക്കുക. മേളകളും ഉത്സവങ്ങളും ആഘോഷങ്ങളുമൊക്കെ മനുഷ്യരെ ഒരുമിപ്പിക്കുന്നവയാണ്. ഈ പ്രസ്താവനയോട് നിങ്ങളോടുള്ള പ്രതികരണം എന്താണ്? നിങ്ങളുടെ പ്രതികരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. പൂർവികർ കൈമാറിയ പാരമ്പര്യങ്ങളുടെ ആഘോഷമാണ് മേളങ്ങളും ഉത്സവങ്ങളും പെരുന്നാളുകളുമൊക്കെ. ഓണം, ഈദ്, ക്രിസ്മസും ആവട്ടെ കേരളമാകെ അതിൻ്റെ ആഘോഷത്തിലാവും.
നാടിൻ്റെ ആവേശവും അഭിമാനവുമാണ് ഓരോ ആഘോഷവും. ജാതിഭേദമന്യേ കേരളീയൻ എന്ന ഒറ്റ വികാരത്തിൽ ഒരുമിപ്പിക്കുന്നതാണ് ഈ മണ്ണിൽ അരങ്ങേറുന്ന ഓരോ ആഘോഷത്തിൻ്റെയും കാതൽ. അപ്പം കൂട്ടുകാരെന്ത് ചെയ്യുക? ഈ കുറിപ്പിൽ നിങ്ങളുടേതായ ആശയങ്ങളും കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ച് കുറിപ്പ് എഴുതുക. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? ബാലലീല എന്ന കവിതയിൽ ഇലഞ്ഞിക്കായ്ക്ക് മാമ്പഴത്തിൻ്റെ മാധുര്യം അനുഭവപ്പെടുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇലഞ്ഞിക്കായ് ചവർപ്പാണ്. കുട്ടികൾ സ്വാതന്ത്ര്യത്തോടെ അവ കഴിച്ചതുകൊണ്ട്. മധുരം ഏറെ ഇഷ്ടമായതുകൊണ്ട്. ആൻസർ എന്താണ്? അതെ, കുട്ടികൾ സ്വാതന്ത്ര്യത്തോടെ അവ കഴിച്ചതുകൊണ്ട്. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.